ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 15 ശനിയാഴ്ച. വിസ്തവസ്യ പിതാവിൻ്റെ 9 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയുടെ 5-ാം ദിവസമാണിന്ന്. ഈ 5 ദിവസവും നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ 5 ദിവസം മുമ്പ് നമ്മൾ ഷെയർ ചെയ്തിരുന്നല്ലോ, വിസ്തവസ്യ പിതാവിൻ്റെ മാർച്ച് 19 മുമ്പ് 9 പ്രഭാതങ്ങളിൽ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന്. ആ പ്രാർത്ഥന നമ്മളിന്ന് ഇപ്പോൾ 5-ാം ദിവസമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരാഴ്ചയിൽ ഞായർ തൊട്ട് ശനി വരെ ചെല്ലുന്ന പ്രത്യേക പ്രാർത്ഥന വിശുദ്ധ ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയത് നമ്മൾ ഓരോ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ചയിലെ പ്രാർത്ഥനയാണ് വായിക്കുന്നത്. പരലോകത്തിലും ഭൂലോകത്തിലും അത്യന്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന നല്ല പിതാവായ മാർ യൗസേപ്പെ, അങ്ങയെ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപകാരണത്താൽ എത്രയും അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ കൃപ നിറഞ്ഞ സ്നേഹത്തെ കണ്ട് ഉറപ്പുള്ള ശരണത്തോടും വിശ്വാസത്തോടും കൂടെ അങ്ങേ സന്നിധിയിൽ ഓടിവരുന്നു. സകല പിതാക്കളിലും നല്ല പിതാവായ അങ്ങന്ന് ഞങ്ങളുടെ മരണം വരെയും ദൈവേഷ്ടപ്രസാദത്തെ പാപത്താൽ നഷ്ടമാക്കി കളയാതെ പുണ്യവഴിയിൽ സ്ഥിരമായി നടപ്പാൻ ഈശോ കർത്താവിനോടും ദൈവമാതാവിനോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് നല്ല മരണത്തെയും മോക്ഷ ആനന്ദ ഭാഗ്യത്തെയും തരുവിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ. നന്മ നിറഞ്ഞ മാർ യൗസേപ്പെ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങന്ന് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മാർ യൗസേപ്പെ, ദൈവകുമാരൻ്റെ വളർത്തു പിതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ സുകൃതജപം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവായ മാർ യൗസേപ്പെ വാഴുക. ഞങ്ങൾക്ക് പ്രിയ പിതാവായിരിക്കുന്ന മാർ യൗസേപ്പെ, നിത്യം അങ്ങയെ വണങ്ങിക്കൊണ്ടുവരുവാൻ കൃപ ലഭിച്ചു തരണമേ. ഞങ്ങൾക്ക് സ്നേഹപിതാവായിരിക്കുന്ന മാർ യൗസേപ്പെ, എല്ലായ്പ്പോഴും അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് വരുവാൻ കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് നല്ല പിതാവായിരിക്കുന്ന മാർ യൗസേപ്പെ, എല്ലായ്പ്പോഴും അങ്ങയെ സേവിച്ചു കൊണ്ടുവരുവാൻ ദയ ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, വിസ്തവസ്യ പിതാവ് നൽമരണ മധ്യസ്ഥനാണ്. നല്ല മരണത്തിനായിട്ട് ഔസേപ്പിതാവിനോ ആണ് ആ പ്രാർത്ഥനയുടെ നിയോഗം കൊടുത്തിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവ് എന്തുകൊണ്ടാണ് നല്ല മരണ മധ്യസ്ഥൻ ആയത്? വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണം ഏറ്റവും ഭാഗ്യപ്പെട്ട മരണമായിരുന്നു. അതുകൊണ്ട് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കണമെങ്കിൽ അത് ഔസേപ്പിതാവിന് തന്നെ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണിത്. ഔസേപ്പിതാവിൻ്റെ മരണസമയത്ത് പരിശുദ്ധ അമ്മ തൻ്റെ വത്സലപുത്രൻ്റെ അടുത്ത് ഔസേപ്പിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. മരണസമയമായപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, നിൻ്റെ ദാസനായ വിശുദ്ധ ഔസേപ്പിൻ്റെ മരണത്തിനായി നീ നിയോഗിച്ചിരിക്കുന്ന സമയം സമാഗതമായി. നിൻ്റെ ദിവ്യപ്രകാശത്തിൻ്റെ കാഴ്ചയിൽ ഞാൻ അറിയുന്നു. ആ മണിക്കൂറിൽ നീ അദ്ദേഹത്തിന് തുണയാകണമെന്ന് നിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ യാചിക്കുന്നു. നീതിമാനായ അദ്ദേഹത്തിൻ്റെ മരണം സമാധാനപൂർണ്ണമായിരിക്കട്ടെ. നീ നിൻ്റെ വിശ്വസ്ത ദാസർക്കായി നിത്യകവാടം തുറക്കുമ്പോൾ അദ്ദേഹം അതിന് സർവയോഗ്യനുമായിരിക്കട്ടെ. എൻ്റെ മകനെ, നിൻ്റെ ദാസൻ്റെ എളിമയും സ്നേഹവും
നിത്രക്കൻ പാർക്കണമേ. അദ്ദേഹത്തിൻ്റെ തകർച്ചകളെയും യോഗ്യതകളെയും പരിഗണിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണം ഭാഗ്യപ്പെട്ട മരണമായതുകൊണ്ടാണ് നല്ല മരണം മധ്യസ്ഥനാക്കി ഉയർത്തിയിരിക്കുന്നത്. അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് പരിശുദ്ധ അമ്മയും ഈശോയും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഔസേപ്പ് പിതാവ് ഈ രാത്രിയുടെ യാമങ്ങളിൽ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ ചൊൽവിളികൾ കേട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതുമാത്രമല്ല, അഗ്രതയിലെ സിസ്റ്ററിനോട് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നത്, എൻ്റെ മകനെ, നിൻ്റെ ദാസനായ വിശുദ്ധ ഔസേപ്പിൻ്റെ മരണത്തിനായി നീ നിയോഗിച്ചിരിക്കുന്ന സമയം സമാഗതമായതായി നിൻ്റെ ദിവ്യപ്രകാശത്തിൻ്റെ കാഴ്ചയിൽ ഞാൻ അറിയുന്നു. ആ മണിക്കൂറിൽ നീ അദ്ദേഹത്തിന് തുണയാകണമേ എന്നാണ് നിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ യാചിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും പറയുന്നുണ്ട്, നീതിമാനായ അദ്ദേഹത്തിൻ്റെ മരണം സമാധാനപൂർണമായി തീരട്ടെ. നീ നിൻ്റെ വിശ്വസ്തദാസർക്കായി നിത്യകവാടം തുറക്കുമ്പോൾ അദ്ദേഹം അതിന് സർവയോഗ്യനായി തീരട്ടെ. പരിശുദ്ധ അമ്മ മോനോട് മാധ്യസ്ഥം യാചിക്കുകയാണ്. ഭർത്താവിൻ്റെ മരണം ഏറ്റവും യോഗ്യതയുള്ളതായിട്ട് തീരാൻ. അതിന് മോൻ്റെ അടുത്ത് പറയുകയാണ്, നിൻ്റെ ദാസൻ്റെ എളിമയും സ്നേഹവും ഒക്കെ നീ ഇപ്പോൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ നന്മകളെയും യോഗ്യതകളെയും ഒക്കെ നീ പരിഗണിക്കണമേ. എത്ര ശ്രദ്ധയോടും വിശ്വസ്തയോടും കൂടിയാണ് ഈ നീതിമാൻ തൻ്റെ നെറ്റിയിലെ വിയർപ്പൊഴുക്കി നിന്നെയും ഈ എളിയ ദാസിയായ എന്നെയും പരിപാലിച്ചത്. ഈ പറഞ്ഞ അപേക്ഷയിൽ തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും അമ്മ മാതാവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വർണ്ണിക്കുകയാണ്. എളിമ, സ്നേഹം, അതുപോലെ വിശ്വസ്തത, നീതിമാൻ, നെറ്റിയിലെ വിയർപ്പൊഴുക്കുന്ന അധ്വാനശീലൻ, അങ്ങനെ ഔസേപ്പിൻ്റെ എല്ലാ നന്മകളെയും ഒറ്റയടിക്ക് അമ്മ എടുത്തു കാണിക്കുകയാണ് ഈശോയുടെ മുമ്പിൽ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ അമ്മ, അവിടുത്തെ അർത്ഥന എനിക്ക് ഏറ്റവും ആനന്ദകരമാണ്. അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഔസേപ്പിൻ്റെ യോഗ്യതകളോ അതിലേറെ എനിക്ക് സ്വീകാര്യമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെ സഹായിക്കും. ജനങ്ങളുടെ ഇടയിൽ ഒരു രാജകുമാരനെ പോലെ പരിഗണിക്കും. മാലാഖമാരുടെ വന്ദനത്തിനും മനുഷ്യരുടെ വണക്കങ്ങൾക്കും ഹേതുവാകത്തക്ക വിധം അദ്ദേഹത്തിന് ഔന്നത്യം നൽകപ്പെടും. അമ്മ ചോദിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനമാണിത്. മാലാഖമാരുടെ വന്ദനത്തിനും മനുഷ്യരുടെ വണക്കങ്ങൾക്കൊക്കെ ഇടയാക്കും ഞാൻ അദ്ദേഹത്തിന്. അമ്മ അപ്പം തന്നെ നന്ദി പറഞ്ഞു മോൻ്റെ ഈ വാഗ്ദാനം കേട്ടപ്പോൾ. തൻ്റെ മരണത്തിന് മുമ്പുള്ള 9 ദിനരാത്രങ്ങളിൽ വിശുദ്ധ ഔസേപ്പ് മറിയത്തിൻ്റെയും അവളുടെ പുത്രൻ്റെയും ശുശ്രൂഷകളാലും സാന്നിധ്യത്താലും അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഒരു പക്ഷേ ഇതായിരിക്കാം മരണത്തിൻ്റെ തിരുനാളിന് മുമ്പുള്ള 9 ദിനരാത്രങ്ങൾ. 9 ദിവസങ്ങൾ നമ്മൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളും നൊയമ്പുമൊക്കെ ചെയ്യുന്നത്. ഔസേപ്പ് തൻ്റെ മരണത്തിന് മുമ്പുള്ള 9 ദിനരാത്രങ്ങളിൽ മറിയത്തിൻ്റെയും ഈശോയുടെയും ശുശ്രൂഷകളാലും സാന്നിധ്യത്താലും അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്. മാത്രമല്ല, കർത്താവിൻ്റെ ഉത്തരവിൻ പ്രകാരം മാലാഖമാർ ദിവസവും 3 പ്രാവശ്യം സംഗീതം ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ഔസേപ്പിന് ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ 3 എന്നതിൻ്റെയും 9 എന്നതിൻ്റെയും പ്രത്യേകതകൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. അവിടെ ഔസേപ്പ് വസിച്ചിരുന്ന സ്ഥലത്ത് സദാ സൗരഭ്യം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ സൗരഭ്യമോ
അവരുടെ വീടിനടുത്ത് വന്ന എല്ലാവർക്കും അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. ഈ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം 24 മണിക്കൂറും ഔസേപ്പിതാവ് ദിവ്യമായ അനുഭൂതിയിൽ മുഴുകിക്കഴിഞ്ഞു അത്രേ. ഇതിനു മുമ്പ് തൻ്റെ വിശ്വാസത്താൽ മാത്രമാണ് ദൈവീകതയെ ദർശിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴോ നേരിട്ട് ആസ്വദിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ മഹാരഹസ്യങ്ങൾ, ദിവ്യകൂദാശകൾ, തിരുസഭ, ഇതിനെക്കുറിച്ചൊക്കെ അവിടെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. പാതാളവാസികളായ പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകരുടെയും പക്കൽ തൻ്റെ ദിവ്യദൂതനാകാൻ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, അബ്രാഹത്തിൻ്റെ മടിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശവും അവർക്ക് കൈമാറാൻ അദ്ദേഹത്തിന് ദൈവം ആജ്ഞ നൽകി. ഇതിനെല്ലാം പരിശുദ്ധ അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തുമാത്രം കൃപകളാണ് ഔസേപ്പിതാവിന് മരണനേരത്ത് കിട്ടിയതെന്നും അതുകൊണ്ടാണ് നല്ല മരണ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. എല്ലാ മക്കളുടെയും മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിനെയാണ് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മരണ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ യൗസേപ്പ്. പ്രിയ സഹോദരങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കലവറയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ധാരാളം അനുഗ്രഹങ്ങൾ ഔസേപ്പിതാവിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇന്ന് ഔസേപ്പിതാവിനെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി പ്രത്യേക അനുഗ്രഹങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്നും പ്രാപിക്കാനായി ശ്രമിക്കാം. 9 പ്രഭാതങ്ങളിൽ നമുക്ക് നൊവേന ചൊല്ലി അതുപോലെ ഭക്താഭ്യാസങ്ങൾ ഒക്കെ ചെയ്ത് കാത്തിരിക്കാം. ഓർക്കാം, നമുക്ക് ഈ മരണത്തിന് മുമ്പുള്ള 9 ദിവസങ്ങളിൽ ഔസേപ്പിതാവിന് മറിയത്തിൻ്റെയും അവളുടെ പുത്രൻ്റെയും ശുശ്രൂഷകൾ കിട്ടിയിരുന്നു. നമ്മൾ ഈ 9 ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ആ ശുശ്രൂഷ തന്നെയാണ് ഔസേപ്പിതാവിന് കിട്ടുക. അതിൻ്റെ സന്തോഷം അത് കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ നിയോഗങ്ങൾ ചോദിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സാധിച്ചു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ആമീൻ.